KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ല എടവനക്കാട് വെച്ച് സംഘടിപ്പിച്ച ഉപഭോക്താക്കളുമായുള്ള മുഖാമുഖം പരിപാടി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോഷി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ എടവനക്കാട് വെച്ച് സംഘടിപ്പിച്ച ഉപഭോക്താക്കളുമായുള്ള മുഖാമുഖം പരിപാടി ശ്രദ്ധേയമായി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ജോഷി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതിയ സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് സേവനങ്ങളെല്ലാം പണക്കാർക്ക് മാത്രമുള്ള ഒരു വസ്തുവാക്കി മാറ്റിക്കൊടുക്കുക എന്ന ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി 1990 മുതൽ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി പലപ്പോഴും KSEB ശിഥിലീകരിക്കാൻ KSEB പല ഘടകങ്ങളാക്കി മാറ്റാൻ KSEB ഇപ്പോഴുള്ള ഒരു സർക്കാരിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥത അവസാനിപ്പിക്കാൻ പലപ്പോഴും ശ്രമമായിട്ട് നമുക്കറിയാം. ജനങ്ങൾ പലപ്പോഴും അതിനെ എതിർത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പണ്ടിവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ സ്വകാര്യ സപ്ലൈസായിരുന്നു. തൃശ്ശൂരൊക്കെ സ്വകാര്യ ഏജൻസികളായിരുന്നു. ഇപ്പോഴും അവിടെ കോർപ്പറേഷനാണ് ചെയ്യുന്നത്. മുമ്പ് സ്വകാര്യ ഏജൻസികളായിരുന്നു തൃശ്ശൂർ പണ്ട് നടത്തിയിരുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കുത്തകകളാണ് ഈ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ കുത്തകകളിലേക്ക് ഇത് ഒത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള ചാർജ് കൊടുത്തി പുതിയ സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ KSEB നമ്മുടെ മറ്റൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ കർഷകർ, ഇന്ത്യ എന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ്. ഈ കാർഷിക രാജ്യമായ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വരുമാന കാർഷികമാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ജീവിക്കുവാൻ വേണ്ടി ആശ്രയിക്കുന്ന മേഖല കാർഷിക മേഖലയാണ്. ഏകദേശം 80% ആളുകൾ ഇപ്പോഴും ഈ നമ്മുടെ കാർഷിക മേഖല ആശ്രയിക്കുന്നത്. ആ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം യശ്പാൽ കുമാർ വിഷയാവതരണം നടത്തി. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KS സാജിദ്, വൈസ് പ്രസിഡന്റ് മരിയ റോസ്മി, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനോജ് K, ജില്ലാ സെക്രട്ടറി BV റസൽ, സംസ്ഥാന സമിതി അംഗങ്ങളായ നിഷ KE, തൻസീർ, ത്രിപുടി ജയൻ എന്നിവർ സംസാരിച്ചു. 1900 മൂന്നാറിലാണ് ആദ്യമായിട്ട് ഒരു വൈദ്യുതി എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത്. പിന്നീട് തിരുവനന്തപുരത്ത് ഒരു ഡീസൽ പവർ പ്ലാന്റ് 29 സ്ഥാപിക്കുകയും പതിയെ 1940 ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലിൽ വന്നു. അതിനുശേഷം ചെങ്കുളം, ശബരിഗിരി തുടങ്ങി പെരിങ്ങൽകുത്ത് തുടങ്ങി നിരവധി പദ്ധതികൾ. അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു പദ്ധതിയായിട്ട് ഇടുക്കി പദ്ധതി വന്നു. അതിനുശേഷം പിന്നീട് കുറച്ചധികം പദ്ധതികൾ ഇങ്ങനെ വന്ന് നമ്മൾ ഒരു ജലവൈദ്യുത പദ്ധതി തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുത ഉൽപാദന മാർഗം. വൈദ്യുതി സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളുടെ വിവിധ സംശയങ്ങൾക്കും പരാതികൾക്കും KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ CS വിശദമായ മറുപടി നൽകി. ഉപഭോക്താക്കളുടെയും KSEBയുടെയും ഇടയിൽ കൂടുതൽ സൗഹൃദപരവും കാര്യക്ഷമവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്. വഴിവിളക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ KSEBയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വാർഡിൽ ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ ടെൻഡർ വിളിച്ചിട്ടാണല്ലോ ഇവിടെ ബൾബ് ഇടുന്നത്. ബൾബ് ഇടാൻ പറ്റുന്ന സമയത്ത് അവർ ബൾബുള്ള പോസ്റ്റുകളിൽ ബൾബ് ഞങ്ങളിടാം, ഇല്ലാത്ത പോസ്റ്റുകളിൽ ബൾബ് ഇടാനുള്ള ഒരു ദൗത്യം ഞങ്ങളതിന് ഉത്തരവാദികളല്ല, ഞങ്ങളത് ഏൽപ്പിച്ചിട്ടില്ല. ടെൻഡർ കൊടുത്തിട്ടുള്ള ആളുകൾ ബൾബ് ഇടാൻ വേണ്ടി ഓരോ വാർഡിലും വിളിച്ച് പറയും, ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന വാർഡിലേക്ക് വരുമെന്ന്. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ പോസ്റ്റ് നമ്പർ നമ്മൾ അയച്ചു കൊടുക്കും വാട്സപ്പിൽ. അപ്പോൾ അതനുസരിച്ച് അവർ വരുമ്പോൾ പറയുന്നത് പ്രധാന വിഷയം ബൾബ് ഞങ്ങൾ ഇല്ലാത്ത സ്ഥലത്തില്ല, ബൾബുള്ള സ്ഥലത്ത് അത് കത്തുന്നില്ലെങ്കിൽ പകരത്തിന് ബൾബ് ഇടാമെന്ന്. അതുപോലെ തന്നെ നിലാവുകൾ ഇഷ്ടംപോലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഞങ്ങളിത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നിലാവ് അഴിച്ച് നമ്മൾ KSEB കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് റിപ്പയർ ചെയ്ത് തരും, അതല്ലെങ്കിൽ പകരത്തിന് തരുമെന്നാണ്. KSEB അന്വേഷിച്ചപ്പോൾ KSEB പറയുന്നത് അത് പഞ്ചായത്തിൻ്റെ ചുമതലയാണ്. ഓരോ പഞ്ചായത്തുകൾക്കും ഓരോ പാക്കേജ് സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് പ്രകാരം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ബൾബുകൾ ഒരുപക്ഷെ 18 ആയിരിക്കാം, 35 ആയിരിക്കാം, 70 ആയിരിക്കാം, 110 ആയിരിക്കാം, എല്ലാം കൂടി ചേർന്ന് മതി പലതരത്തിലുള്ള പാക്കേജ്.
അത് ഒരു പ്രാവശ്യം KSEB സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇതിനകത്ത് 3 ഏജൻസി ഉണ്ട്. 1 പഞ്ചായത്ത്, 2 KSEB, 3 EESL എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ EESL ആണ് ഈ ബൾബ് വാങ്ങിക്കുന്നത്. അത് നമുക്ക് KSEBയുടെ സ്റ്റോറുകളിൽ തരും. KSEB സ്റ്റോറിൽ നിന്ന് സെക്ഷൻ ഇടവനക്കാട് എന്ന് പറയുന്ന സെക്ഷൻ ഏതാ? ചെറിയ ഞാറക്കൽ സെക്ഷനിൽ കൊണ്ടുവന്ന് വയ്ക്കും. നിങ്ങളുടെ പഞ്ചായത്തിൽ അതിന് ഒരു കരാർ അടിസ്ഥാനത്തിൽ അത് കേടായി കഴിഞ്ഞാൽ പഞ്ചായത്ത് അത് അഴിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്ന ഞാറക്കൽ സെക്ഷനിൽ ഏൽപ്പിച്ചാൽ തീർച്ചയായും ഞാറക്കൽ സെക്ഷനിലെ അത് ബന്ധപ്പെട്ട സ്റ്റോറിൽ എത്തിക്കുകയും ആ സ്റ്റോറിൽ അങ്ങനെ കേടായി വരുന്ന ബൾബുകൾ 2 രീതിയിൽ ചെയ്യും. ഒന്ന് EESLന്റെ ഒരു റിപ്പയറിംഗ് ഏജന്റ് ഉണ്ട്, അയാളോട് ആ സ്റ്റോറിൽ വരും, അത് റിപ്പയർ ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് തരും.